ദുബായ് എമിറേറ്റിലെ ഹത്ത എന്ന പട്ടണത്തിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഹജർ പർവ്വതത്തിലെ ഒരു നഗരമാണ് ഹത്ത. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷാഫിയാണ് വാഹനം ഓടിക്കുന്നത്. പിന്നിൽ ഡോക്ടർ അജിത് എന്ന മറ്റൊരു സുഹൃത്തുമുണ്ട്. അല്പം മുൻപ് ഞങ്ങൾ ജുമാ ഹാഷിം എന്ന ഒരു അറബിയുടെ ഫാം സന്ദർശിച്ചിരുന്നു. അവിടെ നിന്നും അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഫാമിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവിടെ അദ്ദേഹവും സഹോദരനും സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടാകും. മുന്നിൽ പോകുന്ന ലാൻഡ് ക്രൂസർ ഞങ്ങൾക്ക് ആ ഫാമിലേക്കുള്ള വഴി കാണിക്കുകയാണ്. ഷിബു എന്നു പേരുള്ള ഒരു തിരുവനന്തപുരംകാരനാണ് അതിലുള്ളത്. ജുമാ ഹാഷിമിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ഷിബു. വാഹനം മെയിൻ റോഡിൽ നിന്നും ഒരു മൺപാതയിലേക്ക് തിരിഞ്ഞു. ഇരുഭാഗത്തും പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരു വഴി. അതിനപ്പുറം ഒരു മതിൽക്കെട്ടിനുള്ളിൽ ധാരാളം ഈന്തപ്പനകൾ വളർന്നു നിൽക്കുന്നു. സമീപം ഏതാനും വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. എന്തൊക്കെയോ പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെ ഒരിടത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ചെറിയൊരു ഭാഗത്ത് ജുമാ ഹാഷിമും അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇരിപ്പുണ്ട്. ജുമാ ഹാഷിം ഞങ്ങളെ ക്ഷണിച്ചു. ഡോക്ടർ ഷാഫി ഉൾപ്പെടെ എല്ലാവരും എത്തി. ജുമാ ഹാഷിമിന്റെ പരിചാരകർ എന്തെല്ലാമോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. ജോലിക്കാരൻ കാശ്മീരിയാണ്. ഞങ്ങളെല്ലാവരും അവിടെ വട്ടത്തിലിരുന്നു. ഇങ്ങനെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കുക. കുറേ ഭക്ഷണം പലയിടത്തു നിന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ ആതിഥ്യ മര്യാദ നമ്മളെ അത്ഭുതപ്പെടുത്തും. നല്ല ചൂടുകാലമാണ്. അതിനാൽ ഞങ്ങൾ ഇരിക്കുന്നതിന് പിന്നിൽ ഒരു കൂളർ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുശലം പറഞ്ഞിരിക്കവേ ജുമാ ഹാഷിമിന്റെ സഹോദരൻ അലി ഹാഷിം വന്നെത്തി. തൊപ്പിയും ടീഷർട്ടും അണിഞ്ഞ ആളാണ് അലി ഹാഷിം. ജുമയുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹവും വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരുക്കത്തിലായി. വിഭവസമൃദ്ധമാണ് ബ്രേക്ക്ഫാസ്റ്റ്. സാൻഡ്വിച്ച് തുടങ്ങിയ ചെറിയ സംഗതികൾ കൊണ്ട് തീരുന്നതല്ല. അതിഥികൾ വന്നാൽ യഥേഷ്ടം വിഭവങ്ങൾ വിളമ്പും. അത് അറബി സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അറബികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലല്ലോ. വലിയൊരു തട്ടിലേക്ക് ഓരോരോ വിഭവങ്ങളായി നിരത്തി തുടങ്ങി. ഇതിനോട് മുഴുവൻ നീതി പുലർത്താൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. വിഭവങ്ങൾ ഓരോന്നായി പാത്രം തുറന്ന് നിരത്തി. ലുക്കേമാത്ത് എന്നൊരു പലഹാരമാണ് ആദ്യം കാണുന്നത്. ജുമാ ഹാഷിം സംഘാടകന്റെ റോളിൽ അങ്ങനെ ഇരിക്കുന്നു. ഇത് ഹറീസ് എന്ന വിഭവമാണ്. ഒരു ട്രഡീഷണൽ എമറാത്തി ഫുഡാണ് ഹറീസ്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന വിഭവം. കുറുകിയ ഗോതമ്പ് കഞ്ഞി പോലെയാണ് ഹറീസ്. ഗോതമ്പിൽ ഉപ്പും നെയ്യും ചില സുഗന്ധവ്യഞ്ജനങ്ങളുമൊക്കെ ചേർത്താണ് ഹറീസ് ഉണ്ടാക്കുന്നത്. ഇത് ഗോതമ്പ് കൊണ്ട് തന്നെയുള്ള മറ്റൊരു വിഭവമാണ് ഗൊറോസ്. ഗോതമ്പും ഈന്തപ്പഴവുമാണ് ഗൊറോസിലെ പ്രധാന ചേരുവകൾ. ഒരു തരം മധുര പലഹാരമാണത്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചീസുമെല്ലാം അതിലെ മറ്റു ചേരുവകളാണ്. ഇനിയും വിഭവങ്ങളുണ്ട്. ബീഫ് ഉൾപ്പെടെയുള്ള മാംസവിഭവങ്ങൾ. ഇത്തരം സൽക്കാരങ്ങളിലെല്ലാം മാംസവിഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തു തന്നെ ഫാമിലെ പണിക്കാരും വന്നിരുന്നു. അവർക്കുള്ളതും ഞങ്ങൾക്ക് വിളമ്പിയ വിഭവങ്ങൾ തന്നെ. ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് അറബികളുടെ ഒരു രീതി. ഒരു വലിയ താലത്തിൽ ഭക്ഷണം നിരത്തിവെച്ച് അതിനു ചുറ്റും വട്ടമിട്ട് അങ്ങനെയിരിക്കും. സാഹോദര്യത്തിന്റെ പ്രതിഫലനം കൂടിയാണത്. ഇത് റഗാഗ് എന്ന വിഭവമാണ്. ഒരു തരം തിൻ ബ്രെഡ്. ചീസും ഹറീസും കടലയും ഈന്തപ്പഴ വിഭവങ്ങളുമെല്ലാമുണ്ട്. റഗാഗ് പ്രധാന ഭക്ഷണമാണ്. താലത്തിൽ നിരന്നിരിക്കുന്ന വിവിധതരം സൈഡ് ഡിഷുകളൊക്കെ കൂട്ടിയാണ് റഗാഗ് കഴിക്കുക. ഓരോരുത്തരും റഗാഗ് ഇഷ്ടമുള്ള സൈഡ് ഡിഷിനൊപ്പം കഴിക്കുന്നു. ഈന്തപ്പഴവും ചീസും റഗാഗും കൂടി ചേർത്ത് ഒരു പിടുത്തം പിടിക്കും. ഡോക്ടർ ഷാഫിയുടെ കൈ കോരിയെടുക്കുന്നത് ചീസാണ്. ഈന്തപ്പഴവും ഒരരികിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയും കഴിക്കാം. ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഭക്ഷണത്തോട് വലിയ നീതി പുലർത്താനായില്ല. എങ്കിലും വയറ് നിറയെ കഴിച്ചു. ഷിബു കഴിക്കുന്നത് റഗാഗും ഈന്തപ്പഴവും കൂടിയാണ്. നടുവിലിരിക്കുന്നത് ലുക്കേമാത്താണ്, ഒരു മധുര വിഭവം. എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത.
നമ്മളെപ്പോലെ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിൽ എല്ലാ വിഭവങ്ങളും വിളമ്പി പരിപാടിയില്ല. തോട്ടത്തിലെ പണിക്കാരും അവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നു. 5-6 പണിക്കാരുണ്ട് ഇവിടെ. ഈന്തപ്പനയുടെ വിളവെടുക്കുന്ന സമയമാണിപ്പോൾ. റഗാഗ് ആവശ്യാനുസരണം എത്തിയിട്ടുണ്ട്. പ്രധാന വിഭവം അതായതിനാൽ ഏറ്റവും കൂടുതൽ എത്തുക അതുതന്നെയാണ്. വീട്ടുകാർ കഴിക്കുന്നതാണെങ്കിലും അതിഥികളെ സൽക്കരിക്കുന്നതാണെങ്കിലും വിവാഹം പോലുള്ള ആഘോഷങ്ങളാണെങ്കിലും ഇങ്ങനെ ഭക്ഷണം വിളമ്പുന്നതാണ് അറേബ്യൻ രീതി. ഈ വിഭവത്തിന്റെ പേര് ബാജില എന്നാണ്. ഒരുതരം ബീൻസ് വിഭവമാണ് ബാജില. ഗൊറോസ് ആണ് ഡോക്ടർ ഷാഫി കഴിക്കുന്നത്. ഭക്ഷണത്തിന്റെ വൈവിധ്യത്തെപ്പറ്റിയും അതുണ്ടാക്കുന്ന രീതിയെക്കുറിച്ചുമെല്ലാം ജുമാ ഹാഷിമിന്റെ സുഹൃത്ത് വിശദീകരിച്ചു തരുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്ത് വെച്ചാണ് ഇവരുടെ സ്നേഹവും സൗഹൃദവുമെല്ലാം ഊഷ്മളമാകുന്നത്. ഒരർത്ഥത്തിൽ സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നത് ഭക്ഷണപാത്രത്തിന് ചുറ്റുമിരുന്നാണെന്ന് പറയാം. അറബികൾ അതിഥികളെ സ്വീകരിക്കുന്നത് തന്നെ നിറയെ ഭക്ഷണവും പാനീയങ്ങളും നൽകിക്കൊണ്ടാണ്. ഏതായാലും ജുമാ ഹാഷിമിന്റെ സൽക്കാരത്തോട് ആവും വിധം നീതി പുലർത്തി ഞങ്ങൾ എഴുന്നേറ്റു. അടുത്തതായി വന്നത് കട്ടൻ ചായയാണ്. നല്ല ചായ. മധുരമിട്ടും ഇടാതെയുമൊക്കെ ആവശ്യാനുസരണം അത് പകർന്നു തരുന്നു. ജുമാ ഹാഷിമും സഹോദരനുമൊന്നും ഞങ്ങളെ വിടുന്നില്ല. അതാണ് പ്രധാന പ്രശ്നം. ഞാൻ ഡോക്ടർ ഷാഫിയോട് തിരക്കു കൂട്ടുന്നുണ്ട്. പക്ഷേ ഫാം കണ്ട് ഉച്ചഭക്ഷണം കൂടി കഴിച്ച ശേഷമേ വിടൂ എന്ന തീരുമാനത്തിലാണ് ജുമാ ഹാഷിം. ഞങ്ങൾ ഫാമിലേക്ക് കയറി. പല പ്രായത്തിൽ ഈന്തപ്പനക്കായകൾ. ഒരിടത്ത് ഈന്തപ്പഴം കുലയോടെ വെട്ടിയിട്ടിട്ടുണ്ട്. പലപ്പോഴും കുലയോടെയല്ല വിളവെടുക്കുക. പാകമെത്തിയത് ഓരോന്നായി പറിച്ചെടുക്കും. മുഴുവനും പഴമായി വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. കുറേ ഭാഗം വെയിലത്ത് വെച്ചുണക്കി പ്രിസർവ് ചെയ്യും. അപ്പോഴേക്കും നന്നായി പഴുത്ത കുറച്ച് ഈന്തപ്പഴവുമായി ജുമാ ഹാഷിമിന്റെ സുഹൃത്തെത്തി. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ പഴുത്ത് ഏതാണ്ട് ഉണങ്ങിയതെന്ന് തോന്നുന്ന ഈന്തപ്പഴത്തേക്കാൾ എനിക്കിഷ്ടം കറുമുറ തിന്നാവുന്ന പഴമാണ്. ഇവിടെ വേറൊരു സംഗതിയുണ്ട്. വലിയൊരു കൊട്ട നിറയെ മാമ്പഴം പറിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പോൾ ജോലിക്കാരെ കൊണ്ട് പറിച്ചെടുത്തതാണിത്. ഞങ്ങൾ അതിൽ നിന്ന് മാമ്പഴം എടുത്ത് കഴിക്കാൻ തുടങ്ങി. നല്ല തേൻ മധുരമുള്ള മാമ്പഴം. അത് 3-4 പെട്ടിയിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നയക്കാനുള്ളതാണത്. ഇവിടെ നോ എൻട്രി ബോർഡ് വെച്ച ഒരു ഗേറ്റുണ്ട്. ഞങ്ങളെ അവിടേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഗ്രീൻ ഹൗസ് പോലുള്ള വലിയൊരു സംവിധാനമാണ്. ഇതിനുള്ളിൽ അത്തിമരത്തിന്റെ ഒരു തോട്ടമാണുള്ളത്. ഒരു പ്രത്യേക രീതിയിൽ അന്തരീക്ഷം ക്രമീകരിച്ച് അത് വളർത്തുകയാണ്. വളരെ പ്രൊട്ടക്റ്റഡ് ഏരിയയാണിത്. കീടങ്ങൾ കയറുമെന്നുള്ളതുകൊണ്ടാണ് ഈ സംരക്ഷണം. ഞങ്ങൾ ആ ഗ്രീൻ ഹൗസിലേക്ക് കയറി. അത്തിത്തൈകൾ അങ്ങനെ കായ്ച്ചു നിൽക്കുന്നു. ചെറിയ ചെടികളാണ്. അതിലെല്ലാം തന്നെ കായുണ്ട്. അല്പം ഉണക്കുള്ള ഭൂമിയിലാണ് അത്തി നന്നായി വളരുക. പാലസ്തീൻ, ജോർദാൻ, ഇസ്രായേൽ എന്നിവയൊക്കെ അത്തിപ്പഴത്തിന്റെ നാടുകളാണ്. ഇവിടെ വളരെ ശാസ്ത്രീയമായാണ് അത്തിയുടെ കൃഷി. അറബികൾ നല്ല കർഷകർ കൂടിയാണ്. കായ്ച്ചു നിൽക്കുന്ന ഈ ചെടികൾ ഇങ്ങനെ കാണുന്നത് തന്നെ ഒരു ചേലാണ്. ഇവിടെ ചില പക്ഷിക്കൂടുകൾ കാണാം. തോട്ടത്തിൽ കീടങ്ങളുണ്ടായാൽ അതിനെ തിന്നു തീർക്കുന്നതിനാണ് പക്ഷികളെ വളർത്തുന്നത്. ഇത് ഇവിടുത്തെ തോട്ടക്കാരനാണ്, അത്തിത്തോട്ടത്തിന്റെ മേൽനോട്ടക്കാരൻ. മികച്ച പരിചരണം നൽകി നല്ല ഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ഫാം. ഓരോ ചെടിയെയും കണ്ണിലുണ്ണിയെപ്പോലെയാണ് ഇവർ പരിപാലിക്കുന്നതെന്ന് തോന്നും. അധികം ജീവനക്കാരൊന്നുമില്ല. മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അത്തിത്തോട്ടക്കാരൻ. ആൾ ബംഗ്ലാദേശിയാണ്. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. യാത്ര തുടരണമല്ലോ. അപ്പോഴും ജുമാ ഹാഷിമും അലി ഹാഷിമും ഒന്നും ഞങ്ങളെ വിടാൻ തയ്യാറല്ല. ഒരു വിധത്തിൽ അവരെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചു. അപ്പോഴേക്കും കുറെ കൂടകൾ കൊണ്ടുവന്നു. ഈന്തപ്പഴവും മാങ്ങയും നിറച്ച കൂടകൾ. അതെല്ലാം കൊണ്ടുപോയേ പറ്റൂ എന്നായി ആതിഥേയർ. സമ്മാനമായി കിട്ടിയ പഴങ്ങൾ വണ്ടിയിൽ വെച്ച് ജുമാ ഹാഷിമിനോടും അലി ഹാഷിമിനോടും അവരുടെ സുഹൃത്തുക്കളോടുമെല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ പുറപ്പെട്ടു. ഒമാനിൽ നിന്ന് തിരികെ വരുമ്പോൾ ഫാമിൽ വരണമെന്നും അന്ന് ഒരു ആടിനെ ചുടാമെന്നുമൊക്കെയാണ് ജുമാ ഹാഷിം പറഞ്ഞിരിക്കുന്നത്.
നേരത്തെ ഫാമിലേക്ക് പോകുമ്പോൾ കണ്ട തന്നൂർ അടുപ്പിൽ വെച്ച് ആടിനെ ചുടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. സമയത്ത് തിരിച്ചു വരാനാകുമോ എന്നറിയില്ല. ഏതായാലും നേരത്തെ അറിയിക്കാമെന്ന് ഞങ്ങൾ ഹാഷിമിനോട് പറഞ്ഞു. ഹത്ത പ്രദേശം ഒരു മരുപ്പച്ചയാണ്. മരുഭൂമിയുടെ നടുവിൽ വെള്ളവും പച്ചപ്പുമൊക്കെയുള്ള ഒരു സ്ഥലം. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഹത്തയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. വിശേഷപ്പെട്ടൊരു ചരിത്രമുള്ള നാടാണ് ഹത്ത. 1906 വരെയും ഹജ്റൈൻ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ആദ്യകാലത്ത് ഇവിടം ഒമാനി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന അനേകം കച്ചവട സംഘങ്ങളുടെ വിശ്രമയിടവുമായിരുന്നു ഇവിടം. അക്കാലത്ത് മസ്ഫോട്ട് എന്ന സ്ഥലത്ത് തമ്പടിച്ചിരുന്ന ഖുമൈറിലെ നയീമിന്റെ സൈന്യങ്ങൾ ഇവിടം ആക്രമിക്കുന്നത് പതിവായിരുന്നു. ഒമാനി സുൽത്താനാകട്ടെ ആ കൊള്ളക്കാരെ തടയാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. ഹജ്റൈൻ ഖുറാമികൾക്ക് കൈമാറുന്നതിനോട് അദ്ദേഹത്തിന് താൽപ്പര്യവുമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഒമാനി സുൽത്താൻ തുർക്കി ബിൻ സയ്യിദ് എന്ന പ്രദേശമൊന്നാകെ ദുബായ് ഭരണാധികാരിയായിരുന്ന ഹാഷർ ബിൻ മക്തൂമിന് സമ്മാനിക്കുന്നത്. അതോടെ ഹജർ പർവ്വതച്ചെരുവിലെ ഈ മനോഹര ഭൂപ്രദേശം ദുബായിയുടേതായി മാറി. ഇവിടം തങ്ങൾക്ക് സ്വന്തമായതോടെ ദുബായിൽ നിന്ന് നിരവധി സമ്പന്ന കുടുംബങ്ങൾ വേനൽക്കാലത്ത് ഹത്തയിലേക്കെത്തുന്നത് പതിവായി. പലരും ഇവിടെ ഫാമുകളും വീടുകളും പണിതുയർത്തി. ദുബായിലേതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഹത്തയിലെ കാലാവസ്ഥ. ശുദ്ധജലമൊഴുകുന്ന അരുവികളും നിരവധി തടാകങ്ങളും ഇവിടെയുണ്ട്. ഹത്തയിൽ വലിയ 2 ഡാമുകളും പണിതിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണ കേന്ദ്രം. ഹത്ത ഡാം എന്ന വലിയ ഡാമും പിന്നെ അതിൻ്റെ ഒരു അപ്പർ ഡാമും. ഇവ കൂടാതെ ധാരാളം റിസർവോയറുകളുമുണ്ട്. ഞങ്ങൾ ഹത്ത ഡാം കാണണമെന്ന് തീരുമാനിച്ചു. കേരളത്തിൽ നിന്ന് ചെല്ലുന്ന ഒരാൾക്ക് ഡാം വലിയ വിശേഷമൊന്നുമല്ലെങ്കിലും ദുബായിയുടെ മരുഭൂമിയിൽ ഇങ്ങനെയൊരു ഡാം ഉണ്ടെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഇത് ഡാമിന്റെ പരിസരത്തെ ഒരു റിക്രിയേഷണൽ ഏരിയയാണ്. മലഞ്ചെരുവിലൂടെ നീണ്ടു വളഞ്ഞു പോകുന്ന റാമ്പുകൾ. അങ്ങകലെ ഡാമിൽ നിന്നും വെള്ളം ഓവർഫ്ലോ ചെയ്യുന്ന ഭാഗം കാണാം. ഡാമിന്റെ മുകൾ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. മലയിൽ പലയിടത്തും വ്യൂ പോയിന്റുകൾ പണിതുവച്ചിട്ടുണ്ട്. മനോഹരങ്ങളായ സംവിധാനങ്ങളാണ്. UAE-യുടെ പല ഭാഗങ്ങളിൽ നിന്നും വൻതോതിൽ ടൂറിസ്റ്റുകളെത്തുന്ന ഒരു കേന്ദ്രമാണ് ഹത്ത ഇപ്പോൾ. ഹജർ പർവ്വതം ഒരു ആകർഷണമാണ്. മറ്റൊന്ന് ഹത്തയിലെ മികച്ച കാലാവസ്ഥയും. മൂന്നാമത്തെ കാര്യം ഡാമുകളും അവിടുത്തെ ബോട്ടിംഗ് ഫെസിലിറ്റിയും ജലവിനോദങ്ങളും മറ്റുമാണ്. ഞങ്ങൾ ഡാമിന്റെ മുകൾ ഭാഗത്തേക്കെത്തി. ഇതാണ് മുകൾ ഭാഗം. അവിടെ പാതയോരത്ത് കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയത്തും ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇന്നൊരു ഞായറാഴ്ചയാണ്. UAE-യിൽ ഇപ്പോൾ ഞായറാഴ്ചയും അവധി ദിനമാണ്. അതുകൊണ്ടായിരിക്കണം ഇന്ന് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ഹത്തയിലെ ഡാം. ഇതിനു മുകളിൽ മറ്റൊരു ഡാമുണ്ട്. അതാണ് അപ്പർ ഡാം. അപ്പർ ഡാമിൽ നിന്നും ഒരു ടണലിലൂടെ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പർ ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ ഡാമിൽ സൂക്ഷിക്കുന്നത്. ഇത് ടൂറിസത്തിന്റെ ഭാഗമായി ബോട്ടിങ്ങിനൊക്കെയുള്ള ഫെസിലിറ്റിയാണ്. ഒക്ടോബർ മുതൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കായിരിക്കും. 1990-കളിലാണ് ഹത്ത ഡാം നിർമ്മിക്കുന്നത്. ഹത്ത മേഖലയെ മിന്നൽ പ്രളയങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ ആദ്യ ഉദ്ദേശം. പിന്നീട് 250 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും ഇതിനോടനുബന്ധിച്ച് സ്ഥാപിച്ചു. ഇവിടുത്തെ പവർ പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട്. താഴെയുള്ള ഡാമിലെ ജലം പമ്പ് ചെയ്ത് മുകളിലെ ഡാമിലേക്ക് എത്തിച്ച് പവർ ഹൗസിലൂടെ ഒഴുക്കിയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതായത് ഒരേ ജലം തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് പവർ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നു. താഴെ വെള്ളം ഒഴുകിച്ചില്ലെന്നിടത്ത് റിക്രിയേഷണൽ ഏരിയയും മറ്റുമാണ്. ഡാമിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളമാണ് അതിലൂടെ ഒഴുകുന്നത്. അത് ചെന്ന് താഴെ വീണ്ടും പല ചെറു തടാകങ്ങളിലും മറ്റും സംഭരിക്കപ്പെടുന്നു. വെള്ളം ഒട്ടും തന്നെ പാഴായി പോകുന്നില്ല.
അപ്പർ ഡാമിൽ നിന്നൊഴുകുന്ന വെള്ളം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്നു. ഈ ഡാമിൽ വന്ന് നിറയുന്ന വെള്ളം സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വീണ്ടും മുകളിലെ ഡാമിലേക്ക് എത്തിക്കുന്നു. അതാണ് പരിപാടി. അങ്ങകലെ കാണുന്നതാണ് ഇവിടുത്തെ പവർ ഹൗസ്. പർവ്വതനിരകളുടെ രൂപത്തിന് യോജിക്കുന്ന ഒരു നിർമ്മിതി. ഇവിടെ ഒരു പവർ ഹൗസ് പണിയുമ്പോൾ അത് കലാബോധത്തോടെ ഉണ്ടാക്കണമെന്നും പിന്നിലെ മലനിരകൾക്ക് പറ്റുന്ന ഒരു ഡിസൈൻ ആയിരിക്കണം അതിൻ്റേതെന്നും ഇവർ ചിന്തിക്കുന്നു. അതാണ് കലാബോധം. നമ്മളൊന്നും ഒരിക്കലും ഒരു പവർ ഹൗസ് പണിയുമ്പോൾ അതിൽ കലാബോധം പുലർത്താറില്ല. ഇതിവിടുത്തെ ഒരു വ്യൂയിങ് ഗാലറിയാണ്. ഡാമിന്റെ മുകളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഹത്ത ഡാം പരിസരം ഒരു ഇക്കോ ടൂറിസം പ്രദേശം കൂടിയാണ്. ഈ ഡാം വരുന്നതിന് മുൻപ് ഹത്തയിൽ മിന്നൽ പ്രളയങ്ങൾ ഒരു പ്രശ്നമായിരുന്നു. മരുഭൂമിയിലെ മഴ പെട്ടെന്നാണല്ലോ സംഭവിക്കുക. അപ്പോഴുണ്ടാകുന്ന കുത്തൊഴുക്കിൽ സമീപത്തെ ഗ്രാമങ്ങളും ഫാമുകളുമൊക്കെ പ്രതിസന്ധിയിലാകുമായിരുന്നു. ഡാം വന്നതോടെ ആ പ്രശ്നത്തിന് പരിഹാരമായി. ഡാമിന്റെ പരിസരത്ത് ഒന്ന് കറങ്ങി ഞങ്ങൾ വീണ്ടും ആ വിശ്രമ കേന്ദ്രത്തിലേക്കെത്തി. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ വിഷനോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും ഇവിടെ വച്ചിരിക്കുന്നു. ക്ലീൻ എനർജിക്ക് വേണ്ടിയുള്ള ഓരോ നിക്ഷേപവും ഭാവി തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള നിക്ഷേപം കൂടിയാണെന്നാണ് ഭരണാധികാരിയുടെ സന്ദേശം. ഡാമിൽ ബോട്ടിംഗ് നടക്കുന്നുണ്ട്. കൊടും ചൂടുള്ള കാലമായതുകൊണ്ട് കുറച്ചാളുകളേ ഉള്ളൂ എന്ന് മാത്രം. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഹത്ത ഡാമിന്റെ പരിസരത്ത് ടൂറിസ്റ്റുകളുടെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുക. അപ്പോൾ പകൽ നേരത്ത് 22 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ഇവിടുത്തെ താപനില. ജനുവരിയിൽ അത് 16 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുമുണ്ട്. ഇവിടമെല്ലാം ഓഫ് സീസണിലും വൃത്തിയോടെയും ഭംഗിയോടെയും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. ഓരോ 50-60 മീറ്റർ കൂടുമ്പോഴും വേസ്റ്റ് ബിന്നുകൾ വച്ചിരിക്കുന്നു. വേസ്റ്റ് ബിൻ സംസ്കാരം പ്രത്യേകമായ ഒന്ന് തന്നെയാണ്. നമ്മളും പലയിടത്തും വേസ്റ്റ് ബിന്നുകൾ വയ്ക്കാറുണ്ട്. പക്ഷേ അതിന്റെ പരിസരത്തും മുകളിലുമൊക്കെ മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നതായിരിക്കും പലപ്പോഴും കാഴ്ച. നിറഞ്ഞ ബിന്നുകൾ യഥാസമയം എടുത്തു മാറ്റുന്നത് കാണാറില്ല. നേരമിപ്പോൾ 10:30 കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും കോൺക്രീറ്റ് കൊണ്ട് പണിത ഡാമല്ല ഇത്. കല്ല് കൂടുതലായി ഉപയോഗിച്ചുള്ള ഗ്രാവിറ്റി ഡാമാണ്. 80 വർഷത്തെ ആയുസാണ് ഇതിന് കണക്കാക്കിയിരിക്കുന്നത്. ഡാം ഏരിയയിൽ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. ഹത്ത ഡാമിന്റെ പരിസരങ്ങളിലും റിസർവോയറിന്റെ തീരത്തുമെല്ലാം മികച്ച കൃഷിയിടങ്ങളാണ്. തഴച്ചു വളരുന്ന ഈന്തപ്പനകളുള്ള തോട്ടങ്ങൾ. ഇക്കാണുന്നത് ഹത്ത മിനറൽ വാട്ടർ കമ്പനിയുടെ ബോട്ടിലിംഗ് പ്ലാന്റ് ആണ്. നല്ല ജലസാന്നിധ്യമുള്ള സ്ഥലമായതുകൊണ്ട് ബോർവെൽ അടിച്ച് അതിൽ നിന്നും വെള്ളമെടുത്താണ് ഹത്ത മിനറൽ വാട്ടർ കമ്പനി ബോട്ടിലുകൾ നിറയ്ക്കുന്നത്. ഡാമിന്റെ പരിസരത്തു നിന്നും ഞങ്ങൾ വീണ്ടും ഹത്ത പട്ടണത്തിലേക്കെത്തി. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മികച്ച പട്ടണമാണിത്. ഷെയ്ഖ് റാഷിദ് പാലസ് എന്നൊരു കൊട്ടാരം ഇവിടെയുണ്ട്. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, വിസ്തൃതമായ പാർക്കിംഗ് ഏരിയകൾ, കൺവെൻഷൻ സെന്ററുകൾ, വിവാഹവേദികൾ, ഇങ്ങനെ പലവിധ സൗകര്യങ്ങളുള്ള ഒരു പട്ടണമാണ് ഹത്ത. നല്ല കുറെ ഹോട്ടലുകളും റിസോർട്ടുകളും ഇവിടെയുണ്ട്. ഒരു ചന്തയുടെ സമീപത്തേക്ക് ഡോക്ടർ ഷാഫി വണ്ടി തിരിച്ചു. മത്സ്യമാംസാദികളും പച്ചക്കറികളുമൊക്കെ വിൽക്കുന്ന ഒരു ചന്തയാണിത്. അതിനകത്ത് ധാരാളം മലയാളികളെ കാണാമെന്ന് ഡോക്ടർ ഷാഫിയും അജിത്തും പറഞ്ഞിരുന്നു. ഞാൻ അവിടേക്ക് കയറി ചെന്നു. ഇത് വെജിറ്റബിൾ വിഭാഗമാണ്. ഇവിടെ തന്നെ മലയാളികളുണ്ട്. പല കടകളും നടത്തുന്നത് തന്നെ മലയാളികളാണ്. വെജിറ്റബിൾ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ച പല സാധനങ്ങളും ഹത്തയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നതാണ് ഒരു പ്രത്യേകത. കുറച്ചൊക്കെ ഒമാനിൽ നിന്നും വരുന്നുണ്ട്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു കച്ചവടക്കാരനാണ്. മുസ്തഫ. 27 വർഷമായി മുസ്തഫ ഇവിടെയുണ്ട്. ഹത്ത മാർക്കറ്റ് തുടങ്ങിയ അന്നു മുതൽ ഇതിനുള്ളിൽ ഒരു സ്റ്റാൾ ഇട്ടിരിക്കുന്നയാളാണ് മുസ്തഫ. തിരൂരിനടുത്ത് തിരുനാവായക്കാരനാണ് ഇദ്ദേഹം. മുസ്തഫ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു.
ഫിഗ് ഉണ്ട്, പിന്നെ ഇലവർഗം, വെജിറ്റബിൾ. ഹത്തയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ, മാമ്പഴം, അത്തിപ്പഴം എന്നിവയൊക്കെ ഇവിടെ കിട്ടും. അടുത്തത് ഫിഷ് മാർക്കറ്റാണ്. ഈ സമയമായപ്പോഴേക്കും അവിടുത്തെ കച്ചവടം തീർന്നു കഴിഞ്ഞു. എന്നാൽ മീറ്റ് മാർക്കറ്റ് ഈ സമയത്തും തുറന്നിരിപ്പുണ്ട്. പ്രധാനമായും ആട്, ബീഫ് എന്നിവയൊക്കെയാണ് വിൽക്കുന്നത്. ചില സമയങ്ങളിൽ ഒട്ടകമാംസവും ഇവിടെ കിട്ടും. മാംസം വിൽക്കുന്ന കുറേ സ്റ്റാളുകളുണ്ട്. അവിടെ ഏതെങ്കിലും സ്റ്റാളിൽ മലയാളികൾ ഉണ്ടോ എന്നാണ് ഞങ്ങൾ നോക്കിയത്. ഇല്ല. മീറ്റിന്റെ കച്ചവടം കൂടുതലും ഇവിടുത്തുകാർ തന്നെയാണ് നടത്തുന്നത്. ഈ ചന്തയുടെ വൃത്തിയും വെടിപ്പുമൊക്കെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാളുകളും പരിസരവും വൃത്തിയില്ലാതെ കിടന്നാൽ ലൈസൻസ് പോകും. പിന്നെ ഇവിടെ കച്ചവടം നടത്താനും പറ്റില്ല. ചെറിയൊരു ചന്തയാണ്. ഹത്തക്കാർ മത്സ്യവും മാംസവും ഒക്കെ വാങ്ങാൻ വരുന്ന പ്രധാന സ്ഥലം. മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഫെസിലിറ്റിയാണിത്. ഞങ്ങൾ ആ ചന്തയിൽ നിന്നും ഇറങ്ങി. അടുത്തതായി കുറച്ച് വന്യജീവി കാഴ്ചകളിലേക്ക് പോകണം. അതിനായുള്ള യാത്രയാണ്. ഈ ദൃശ്യം ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ മൂടൽമഞ്ഞും തണുപ്പുമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നും. പക്ഷേ നല്ല ചൂടാണ്. ആ അന്തരീക്ഷത്തിലൂടെ അടുത്ത കാഴ്ചകളിലേക്ക് സഞ്ചാരം തുടർന്നു.